ദേ അടുത്തൊരു ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. മേനോ മന്ത്രിസഭ മുഴുവൻ ഇംഗ്ലീഷ് പാണ്ഡിത്യവും ഇംഗ്ലീഷിന്റെ അപ്പോസ്തലന്മാരാണെന്ന് ബോധ്യപ്പെടുകയാണ്. As a prelude to the 79th Independence Day celebration, the Women and Child Development Ministry of Kerala is organizing a grand gathering of women in front of the Secretariat, the main road of Trivandrum, MG Road. Our motto is to assert the right of women to gather safely in the night, assert the right of women to travel night itself. That is the main motto. We proud women. We got independent 79 years before. Still now, some places the ladies cannot travel fearless in the night. ആരാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും ഇംഗ്ലീഷ് വിദഗ്ധയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. മദാമ്മമാരൊക്കെ പറയുന്ന ഇംഗ്ലീഷ് എന്ത്? നമുക്ക് കിട്ടിയില്ലേ ഒരു മന്ത്രി. ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ എ റഹീം എം പി അങ്ങ് കർണാടകയിലെ യലഹങ്കിയിൽ കോൺഗ്രസിന്റെ ബുൾഡോസർ രാജിൽ വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷിൽ ഒരു പിഴവ് സംഭവിച്ചപ്പോൾ എന്തൊരു പരിഹാസമായിരുന്നേ. ഇപ്പോ കേരളത്തിന്റെ ഒരു മന്ത്രിയുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് എന്തൊരു ശാന്തതയാണ്. ഇപ്പോ അവരുടെ അഭിമാനത്തിന് ഒരു ക്ഷതമേറ്റിട്ടില്ല, കേരളത്തിന്റെ അഭിമാനത്തിന് ഒരു കുറവുമില്ല. ഇന്നലകളിൽ എ റഹീം എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചൊക്കെ ചോദിച്ചവർ നമ്മുടെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ അഭിഭാഷകയുടെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാത്ത വിശാല മനസ്കത കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലോരത് വലിയ പ്രശ്നവും ചിലോരത് അത് കുഴപ്പമില്ല കേട്ടോ, അത് സാധാരണ തന്നെ. ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ തെറ്റും എന്ന ആംഗിളിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകം വികാരം പൊട്ടി ഒലിക്കുന്ന സോഷ്യൽ മീഡിയക്കാരെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഈ വിദഗ്ധ ഇംഗ്ലീഷ്. As a prelude to the 79th Independence Day celebration, the Women and Child Development Ministry of Kerala is organizing a grand gathering of women in front of the Secretariat, the main road of Trivandrum, MG Road. Our motto is to assert the right of women to gather safely in the night, assert the right of women to travel night itself. That is the main motto. We proud women. We got independent 79 years before. Still now, some places the ladies cannot travel fearless in the night. മന്ത്രി പി കെ ബഷീറും ബിന്ദു കൃഷ്ണയും ഒരു ക്ലാസ്സിലിരുന്നാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും ഒരേ ടോൺ, ഒരേ ശൈലി. ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റോഡ്, എം ജി റോഡ് എന്നൊക്കെ പറയുന്ന ആ വിശാലമായിട്ടുള്ള ഇംഗ്ലീഷ് പാണ്ഡിത്യം. കാര്യം മൈക്ക് കിട്ടിയ ഇംഗ്ലീഷ് വേണോ, ഇനി തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ഏതും നമ്മളെ കയ്യിലുണ്ട്. ഒന്നിലും നമ്മൾ പിന്നോട്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടി വച്ച് കാച്ചിയതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പിള്ളേരെടുത്തിട്ട് പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നേരത്തെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ കയറി അടിച്ചതുപോലെ തന്നെ ഇവിടെ ഹെഡ് ചെയ്ത് അടിച്ചു കൊടുത്ത ഇംഗ്ലീഷ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പട്ടം പൊട്ടിയതുപോലെ പറക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം അത് ഗംഭീരമായിരിക്കണമെന്ന ക്ലാസ് എടുക്കുന്ന ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവരൊക്കെ ഇപ്പോ ചത്തതുപോലെ കിടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ബാക്കി കോൺഗ്രസ്സുകാർ ഈ നാട്ടിൽ എന്ത് ഊളത്തരോ എങ്ങനത്തെ ഇംഗ്ലീഷ് പറഞ്ഞാലും സംഘികൾക്ക് വരെ പൊള്ളലേൽക്കാത്ത ആ വിസ്മയം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.